പണിതീരാത്ത വീട്ടിലിരുന്ന് പഠിച്ച് ആദ്യ അറ്റംപ്റ്റിൽ സിവിൽ സർവീസ് കയ്യെത്തിപ്പിടിച്ച് നരുവാമുട് സ്വദേശി ശ്രീജ. പണിതീരാത്ത വീട്ടിൽ തൻ്റെ മുറിയുടെ ചുവരുകളിൽ സ്വപ്നങ്ങളുടെ കുറിപ്പുകൾ എഴുതിവെച്ചാണ് വിജയത്തിലേക്ക് ശ്രീജ നടന്നു കയറിയത്. കൂലിപ്പണിക്കാരനായ അച്ഛൻ വിജയന്റെയും അമ്മ ഷീജകുമാരിയുടെയും സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം കൂടിയാണ് ശ്രീജയുടെ ഈ വിജയം. നെല്ലിമൂട് ക്രിസോസ്റ്റത്തിലും പട്ടം സെന്റ് മേരീസിലും തുടങ്ങി വിദ്യാഭ്യാസം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെത്തുമ്പോൾ സിവിൽ സർവീസ് എന്ന മോഹം തുടങ്ങി. പിന്നെ കടുത്ത പരിശ്രമം. ഫോർച്യൂൺ അക്കാദമിയിൽ ചേർന്നതോടെ ശ്രീജ തന്റെ ജീവിതത്തിൽ സിവിൽ സർവീസ് മോഹം അരക്കിട്ടുറപ്പിച്ചു. സ്വപ്നങ്ങൾ ചുവരിലെഴുതിക്കൂട്ടിയ ശ്രീജ വിജയത്തിലും തന്റെ പരിമിതമായ സാഹചര്യം പറയാൻ മടിക്കുന്നില്ല. ആദ്യം കേട്ടപ്പം ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ശരിക്കും ഞെട്ടി. ഞാൻ കരഞ്ഞു, വിളിച്ചു. അപ്പം എൻ്റെ അച്ഛനമ്മേനെ ചേർത്ത് പിടിച്ചു. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും വീഴുമായിരുന്നു. അപ്പം ശരിക്കും ഞാൻ ഞെട്ടി. എൻ്റെ ടീച്ചേഴ്സും പാരൻസ് ഒക്കെ പറയുമായിരുന്നു എനിക്ക് എന്തെങ്കിലും റാങ്ക് കിട്ടും എന്ന്. പക്ഷെ 57 കിട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഈവൻ ദോ 15 വേണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും അതെനിക്കൊരു ആങ്കർ ആയിരുന്നു ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 57 കിട്ടി. ഒത്തിരി സന്തോഷമുണ്ട്. ഇന്റർവ്യൂ എല്ലാം ഭയങ്കര നല്ലതായിരുന്നു. ഭയങ്കര കോൺവെർസേഷണൽ എൻഗേജിങ് ബോർഡായിരുന്നു. അതൊരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഞാൻ എന്നും ചെറിഷ് ചെയ്യും ആ ഒരു ഹാഫ് ആൻ അവർ. എനിക്ക് ഇന്ത്യൻ ഫോറിൻ സർവീസ് കയറണം എന്നൊരു നല്ല ആഗ്രഹമുണ്ട്. അത് നടക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ രാജ്യത്തിലെ ഓരോ ആൾക്കാർക്കും വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സേവനം ചെയ്യുക, എൻ്റെ രാജ്യത്തിന് പ്രൗഡ് ആക്കുക ഇൻ ദി ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോംസ്. ഇതാണ് എൻ്റെ ഇപ്പോഴത്തുള്ള ഒരു ആഗ്രഹം. സർവീസിനെ കുറിച്ചൊക്കെ എനിക്ക് വലിയ ധാരണയില്ല. ഞാൻ അതെല്ലാം വെയിറ്റിംഗ് ഫോർ ഓൾ ദി എക്സൈറ്റിംഗ് മൊമെന്റ്സ് ദാറ്റ് വിൽ കം അഹെഡ്. അപ്പം ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ആകെ കുളമായി കിടന്ന തന്റെ മുറി അച്ഛനൊപ്പം ഓണത്തിന് പെയിന്റ് ചെയ്ത് വൃത്തിയാക്കിയാണ് പഠനത്തിന് നല്ല അന്തരീക്ഷം ഒരുക്കിയത്. സിവിൽ സർവീസ് സാധാരണക്കാരനും കയ്യെത്തും ദൂരത്താണ് എന്ന സന്ദേശമാണ് ശ്രീജ നൽകുന്നത്.